Hello students, welcome back to Plus One Economics Online Classroom. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി അങ്ങോട്ട് എക്സാമിന് ഓരോ ചാപ്റ്ററുകളിലും, അതായത് 5 മുതൽ 6, 7, 8, 9, 10 ചാപ്റ്ററുകളിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഉള്ളത്. ആ ഭാഗങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഇന്ത്യൻ എക്കോണമിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നും വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അതിനുശേഷം വരുന്ന 5 മുതൽ വരുന്ന ബാക്കി 10 വരെയുള്ള ചാപ്റ്ററുകളിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് സാധാരണ ചോദിക്കാറ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനം. ഈ ഒരു ചാപ്റ്ററിന് ഇന്ന് അറ്റ് പ്രസൻറ്റ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളുടെ വികസനം എന്നാണ് അർത്ഥം, അല്ലേ? റൂറൽ ഏരിയാസിലെ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് റൂറൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്, വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്, എന്താണ് ഗ്രാമീണ വികസനം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. It is a comprehensive term which essentially focuses on action for the development of the area which is lagging behind in overall development of village economy. Simply we can say rural development means the overall development of rural areas through different action programs of government. ഗവൺമെൻറ്റിൻ്റെ വിവിധ കർമ്മ പരിപാടികളിലൂടെ ഗ്രാമപ്രദേശങ്ങളെ വികസിപ്പിക്കുക എന്നതാണ് ഗ്രാമീണ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായിരുന്നു? ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയാസ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ കർമ്മ പരിപാടികളിലൂടെ ഗ്രാമപ്രദേശങ്ങളെ വികസിപ്പിക്കുക എന്നതാണ് ഗ്രാമീണ വികസനത്തിൻ്റെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റൂറൽ ഡെവലപ്മെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്? വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്? ഗ്രാമീണ വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ലക്ഷ്യം. സെക്കൻഡ് വൺ, ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ റൂറൽ സെക്ടർ. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ബദൽ ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കുക, അതായത് അവരുടെ ജീവിതമാർഗങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ജീവിതമാർഗങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗ്രാമീണ വികസനം വന്നിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒരു ലക്ഷ്യമാണ് പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യ അടിസ്ഥാന സംവിധാനങ്ങൾ, ഇവരെയെല്ലാം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടെ എന്തിനുണ്ട്? ഇത്തരത്തിലുള്ള ഗ്രാമീണ വികസനത്തിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഒബ്ജക്റ്റീവ്സുകൾ പഠിച്ചു. എന്തിൻ്റെ ആയിരുന്നു? ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനത്തിൻ്റെ 3 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് റൂറൽ ക്രെഡിറ്റ്, ഗ്രാമീണ വായ്പ. ഓക്കെ, ഗ്രാമീണ വായ്പകൾ. എന്താണ് റൂറൽ ക്രെഡിറ്റ് എന്ന് ചോദിക്കും. റൂറൽ ക്രെഡിറ്റ് മീൻസ് ക്രെഡിറ്റ് ഫോർ ദി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്. അതായത് റൂറൽ ഏരിയാസിലെ മേജർ പോർഷനും അതിലെ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ആളുകളും ഏതൊരു സെക്ടറിലായിരിക്കും എൻഗേജ് ചെയ്തിരിക്കുക? അവർ ഫാമിംഗ് സെക്ടറിലായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഫാർമേഴ്സ് ആയിരിക്കും. അവരൊരു കാർഷിക തൊഴിലാളികളായിരിക്കും, അല്ലെങ്കിൽ കർഷകരായിരിക്കും. ഇവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ഇത്തരത്തിൽ വായ്പകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? അതായത് മീൻസ് ക്രെഡിറ്റ് ഫോർ ദി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്. അതായത് കർഷക സമൂഹത്തിന് ഇത്തരത്തിൽ വായ്പകൾ കൊടുക്കേണ്ടതുണ്ട്. ഫാർമേഴ്സ് റിക്വയർ ക്രെഡിറ്റ് ഫോർ വേരിയസ് പർപ്പസസ് ലൈക്ക് പർച്ചേസിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് മെഷീൻസ്, ഡിഗ്ഗിംഗ് വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്, പർച്ചേസിംഗ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, എക്സെട്ര.
അതായത് ഇത്തരത്തിൽ കർഷകർക്ക് എന്താവശ്യമുണ്ട്? വായ്പകൾ ആവശ്യമുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് കർഷകർക്ക് ഇത്തരം വായ്പകൾ ആവശ്യമുള്ളത്? ഫോർ വേരിയസ് പർപ്പസസ്. എന്തൊക്കെയാണ് പർപ്പസുകൾ? എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കർഷകർക്ക് വായ്പകൾ ആവശ്യമുള്ളത്? ഫോർ പർച്ചേസിങ് അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് മെഷീൻസ്. അതായത് കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ അല്ലേ? മെഷീനുകൾ, ആധുനിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഇതൊക്കെ വാങ്ങിക്കാൻ എന്ത് വേണം? പൈസ വേണം അല്ലെ? ക്യാഷ് വേണം. അതിനുവേണ്ടി എന്താവശ്യമുണ്ട്? ഇത്തരത്തിൽ കാർഷിക വായ്പകൾ അല്ലെങ്കിൽ ഗ്രാമീണ വായ്പകൾ ആവശ്യമുണ്ട്. അതുപോലെ ഡിഗിങ് വെൽസ്, കിണർ കുഴിക്കാൻ അല്ലേ? അത് കാർഷിക മേഖല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വെള്ളം. അതിന് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് കിണർ കുഴിക്കുക അല്ലെ, ഡിഗിങ് വെൽസ്, ആൻഡ് ട്യൂബ് വെൽസ് എന്ന് പറഞ്ഞാൽ കുഴൽ കിണറുകൾ അല്ലെ, കുഴൽ കിണറുകളെ ആശ്രയിക്കുക. ദെൻ പർച്ചേസിങ് സീഡ്സ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിനങ്ങൾ വാങ്ങിക്കുക. ദെൻ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ രാസവളങ്ങൾ അല്ലേ? കൃഷിക്ക് ആവശ്യമായ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ത്? രാസവളങ്ങൾ അല്ലേ? ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളങ്ങൾ എന്ന് പറയും. ദെൻ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ. ഇതെല്ലാം വാങ്ങിക്കാൻ എന്ത് വേണം? കർഷകർക്ക് എന്താവശ്യമുണ്ട്? പണം ആവശ്യമുണ്ട്. അതെന്ന് വെച്ചാൽ വായ്പകൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് റൂറൽ ക്രെഡിറ്റ്? എന്താണ് ഗ്രാമീണ വായ്പകൾ എന്താണെന്ന് പഠിച്ചു. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അതിന് പിന്നിലുള്ള ഉദ്ദേശം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വായ്പകൾ കൊടുക്കുന്നത് അല്ലെ? ക്രെഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പഠിച്ചു. The gestation period between sowing and harvesting is high, so farmers have to borrow to fulfill their needs during this period. അതായത് കർഷകരുടെ ഏറ്റവും വളരെ ഒരു പ്രയാസമേറിയ ഒരു കാലയളവാണെന്ത്? അവർ ഇത്തരത്തിൽ വിത്തനങ്ങൾ അല്ലെ, വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അത് കൊയ്യുന്നത് വരെ അല്ലെ, അതിൻ്റെ വിളവെടുക്കുന്നത് വരെ എന്താണ്? അവർക്ക് ഒരു ഹാർവെസ്റ്റിംഗ് പീരീഡ് ആണ്. ഒരു പട്ടിണി കിടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അല്ലെ? ആ വിത്ത് വിതച്ച മുതൽ അത് വിളവെടുക്കുന്നത് വരെയുള്ള ഒരു പീരീഡ്. ആ പീരീഡിൽ എന്താണ്? ഒരുപാട് കഷ്ടപ്പാടുകൾ ഇത്തരത്തിൽ കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട് അല്ലെ? ഒരുപാട് എന്തുണ്ട്? പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ സമയങ്ങളിലും അവർക്ക് എന്ത് വേണം? അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുണ്ടായിരിക്കും. അവരുടെ കുട്ടികളെ നോക്കാനുണ്ടായിരിക്കും, അവരുടെ കുടുംബങ്ങളെ നോക്കാനുണ്ടായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താണ്? പണം ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ ഇത്തരത്തിലുള്ള ലൈവ്ലിഹുഡ് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് എന്താവശ്യമുണ്ട്? ഇത്തരത്തിൽ ബോറോ അല്ലെ, ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വായ്പകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഈ പോയിന്റ്. ശ്രദ്ധിക്കണം. ഇവിടെ ഇത്തരത്തിലുള്ള ഈ പീരിയഡ്, ഈ ഹാർവെസ്റ്റിംഗ് പീരിയഡിൽ അവർക്ക് എന്താവശ്യമുണ്ട്? അതേ നീഡ് ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്ത് വേണം? ക്യാഷ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവർ വായ്പകൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള വായ്പകൾ എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ വരുന്ന അടുത്തൊരു ഭാഗമാണ് നമ്മൾ റൂറൽ ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? റൂറൽ ക്രെഡിറ്റ് അതായത് ഗ്രാമീണ വായ്പകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഈ ഗ്രാമീണ വായ്പകൾ പ്രധാനമായിട്ടും 2 തരം ഉണ്ട് അല്ലേ? 2 സോഴ്സസ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. അതായത് ഗ്രാമീണ വായ്പകൾക്കുള്ള 2 ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. റൂറൽ ക്രെഡിറ്റ് അവൈലബിലിറ്റി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. അതായത് ഗ്രാമീണ വായ്പകളെ അല്ലെങ്കിൽ അവരുടെ സോഴ്സ് അല്ലെ, ഉറവിടത്തിനെ 2ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ അല്ലാതെയുള്ള ഉറവിടങ്ങൾ. രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ അല്ലെ, സ്ഥാപന ഉറവിടങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നെന്താണ്? സ്ഥാപനങ്ങളിലൂടെ അല്ലാതെ കിട്ടുന്ന സോഴ്സാണ്, ഉറവിടമാണ് ഇത്തരത്തിൽ വായ്പകൾ കിട്ടുന്നത്. ഒന്നോ സ്ഥാപനങ്ങൾ മുഖാന്തരം കിട്ടുന്ന വായ്പകളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സസ്. ദീസ് ആർ ദി ട്രഡീഷണൽ സോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള, ഒക്കെയാണല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള കാർഷിക വായ്പ സൗകര്യം അല്ലെങ്കിൽ കാർഷിക വായ്പയാണെന്ത്? ഒരു സൗകര്യമാണെന്ത് ഇത്. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ദ ഇൻക്ലൂഡ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പലിശക്കാർ അല്ലെ? പലിശക്കാരെന്താ? ഒരു സ്ഥാപനമല്ല. അവരെന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ വായ്പകൾ കർഷകർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ റിലേറ്റീവ്സ് അല്ലെ, കർഷകരുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അതൊരു സ്ഥാപനമല്ല. ഓക്കെ, അവരെന്ത് ചെയ്യാറുണ്ട്? ഇവരെ ഇത്തരത്തിൽ വായ്പ കൊടുക്കാറുണ്ട്. അതുപോലെ ട്രേഡേഴ്സ്, വിപണിക്കാർ അല്ലെങ്കിൽ വ്യാപാരികൾ, അതുപോലെ കമ്മീഷൻ ഏജൻറ്റ്സ് ആൻഡ് ലാൻഡ് ലോഡ്സ്, ഭൂപ്രഭുക്കന്മാർ, ഇവരെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് അല്ലെ, വായ്പകൾ നൽകാറുണ്ട്. പക്ഷെ ഇവരാരും എന്ത് തന്നെയല്ല? സ്ഥാപനങ്ങളല്ല. ഇവരൊന്നും എന്തല്ല? സ്ഥാപനങ്ങളല്ല, കേവലം വ്യക്തികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദി ട്രഡീഷണൽ സോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള കാർഷിക വായ്പ സൗകര്യങ്ങളാണെന്ത്? ഇത്. അവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ? പലിശക്കാർ വരും, അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾ വരും,
വ്യാപാരികൾ വരും, കമ്മീഷൻ ഏജൻസ്, അതുപോലെ ഭൂപ്രഭുക്കന്മാർ. അതുപോലെ രണ്ടാമത്തെ സോഴ്സ് ഏതായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനപരമായ ഉറവിടങ്ങൾ, സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? സ്ഥാപനങ്ങളല്ലാതെ വ്യക്തികളാണ്. ഇനി സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകൾ കൊടുക്കാറുണ്ട്. ദേ ആർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതായത് എന്തൊക്കെയാവാം അത് സഹകരണാടിസ്ഥാനത്തിലുള്ള പലിശകൾ, ലോണുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ അല്ലേ, ഭൂമി അല്ലെങ്കിൽ ഭൂവികസനത്തിനുള്ള ബാങ്കുകൾ, ഭൂവികസന ബാങ്കുകൾ എന്ന് പറയും. ഓക്കെ, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഭൂവികസന ബാങ്കുകൾ. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബാങ്കുകളെല്ലാം അല്ലെ, SBI, SBT, അതുപോലെ കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെ, വാണിജ്യ ബാങ്കുകൾ. ഇത്തരം ബാങ്കുകളിൽ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ട്? കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഓക്കെയാണല്ലോ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഗ്രാമീണ ബാങ്കുകൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ബാങ്കുകൾ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് ഗ്രാമീണ വികസനത്തിനും അതുപോലെ കാർഷിക മേഖലയുടെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കാണ് എന്ത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെയാണല്ലോ. അതിന് നബാർഡ് എന്ന് പറയും കേട്ടോ, നബാർഡ് അല്ലെങ്കിൽ NBNR എന്ന് പറയും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. ഓക്കെ, ഓർത്ത് വെക്കണേ, നബാർഡിനെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നബാർഡ്. ആൻഡ് ഓൾസോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHG എന്ന് പറയും കേട്ടോ, സ്വയം സംരക്ഷക ഗ്രൂപ്പുകൾ എന്ന് പറയും. ഓക്കെയാണല്ലോ. ഇത്രയാണെന്ത്? സോഴ്സസ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. ഇന്ത്യയിലെ ഗ്രാമീണ വായ്പകൾക്കുള്ള 2 ഉറവിടങ്ങൾ പഠിച്ചു. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ത്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാർഷിക വിപണി സംവിധാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് അക്രോസ് ദി കൺട്രി. അതായത് എന്താണ് കാർഷിക വിപണി സംവിധാനം എന്ന് പറഞ്ഞാൽ? അതായത് ഡിഫറൻറ്റ് അഗ്രികൾച്ചറൽ കമോഡിറ്റീസ്, വിവിധ തരം കാർഷിക ഉൽപ്പന്നങ്ങളുടെ അസംബ്ലിങ്, അതിൻ്റെ വിതരണം, അതുപോലെ അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ സംരക്ഷണം അല്ലേ, സൂക്ഷിപ്പ്, സ്റ്റോറേജ് ചെയ്യുന്നു, അതുപോലെ പ്രോസസ്സിങ്, അതിൻ്റെ നിർമ്മാണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, പാക്കേജിങ്, അതിൻ്റെ പാക്കിങ്ങുകൾ, ദെൻ ഗ്രേഡിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ, ഒരു പ്രക്രിയയാണത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കാർഷിക വിപണി സംവിധാനം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസ് അക്രോസ് ദി കൺട്രി. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അല്ലെ, ഇന്ത്യയിലെ ഒട്ടാകെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ എന്തൊക്കെയാണ്? അസംബ്ലിങ് അല്ലെ, അവരുടെ സംരക്ഷണം, അതുപോലെ സ്റ്റോറേജ്, പ്രോസസ്സിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, പാക്കിങ്, അതുപോലെ വിതരണം തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ ആണ് കാർഷിക വിപണി സംവിധാനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മെഷേഴ്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ കാർഷിക വിപണി സംവിധാനം മെച്ചപ്പെടുത്തുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്? അതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വാട്ട് ആർ ദി മെഷേഴ്സ് അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്? അതായത് ഇന്ത്യയിലെ കാർഷിക വിപണി സംവിധാനം മെച്ചപ്പെടുത്തുവാൻ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് ഹാസ് അഡോപ്റ്റഡ് വേരിയസ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ഓഫ് ദി സിസ്റ്റം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻ ദി കൺട്രി. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 1947 ഓഗസ്റ്റ് 15 ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ കാർഷിക വിപണി സംവിധാനം മെച്ചപ്പെടുത്തുവാൻ ഒരുപാട് മെഷേഴ്സ് ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തു ഇന്ത്യയിൽ. ഇറ്റ് ഹാസ് ബ്രോട്ട് എബവ് ഫോളോയിങ് മെഷേഴ്സ് ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദി മാർക്കറ്റ്. ഓക്കെ, അതിൽ ഓരോന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റെഗുലേറ്റഡ് മാർക്കറ്റ്. ഓക്കെ, the first measure was regulation of market to create orderly and transparent marketing condition. അതായത്
കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് സുസ്ഥിരമായിട്ടുള്ളതും അതുപോലെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടും അതുപോലെ കൃത്യമായിട്ട് അറേഞ്ച്ഡ് ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നു? റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. ഓക്കെയാണല്ലോ, ക്രിയേഷൻ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്. ദിസ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫാർമേഴ്സ് ഫ്രം മാൽ പ്രാക്ടീസസ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ്. ഇത്തരത്തിൽ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരുന്നു? അതിൻ്റെ ബിഹൈൻഡ് മോട്ടീവ് എന്തായിരുന്നു? ഗവൺമെൻറ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫാർമേഴ്സ് പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അട്രോസിറ്റീസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചൂഷണങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആരുടെ പക്കൽ നിന്ന്? സെല്ലേഴ്സിൻ്റെയും അതുപോലെ ബ്രോക്കേഴ്സിൻ്റെയും, അല്ലേ, സെല്ലേഴ്സിൻ്റെയും അതുപോലെ ഇടനിലക്കാർ, ഏജൻസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന്. ഇവരുടെ രണ്ട് കൂട്ടത്തിൽ നിന്നും ഇത്തരത്തിൽ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫോം ചെയ്തത്, അല്ലേ, രൂപീകരിച്ചത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, രണ്ടാമത്തെ ഒരു മെഷറായിരുന്നു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഓക്കെ, സഹകരണാടിസ്ഥാനത്തിലുള്ള മാർക്കറ്റിംഗ് എന്ന് പറയും. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് ബൈ ടു സെൽ രണ്ടാമത്തെ ഒരു മെഷറായിരുന്നു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സഹകരണാടിസ്ഥാനത്തിലുള്ള വിപണി എന്ന് പറയും. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് ബൈ ഫാർമേഴ്സ് ടു സെൽ ദി ഔട്ട്പുട്ട് കളക്റ്റീവ്ലി ആൻഡ് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഫോർ ഒബ്റ്റെയിനിങ് എ ബെറ്റർ പ്രൈസ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇത്തരത്തിൽ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില സൊസൈറ്റീസുകൾ, അല്ലേ, കാർഷിക സൊസൈറ്റീസ് ഒക്കെയാണല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സഹകരണാടിസ്ഥാനത്തിലുള്ള വിപണി സംവിധാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പല കർഷകരും നേരിടുന്ന ഒരു പ്രശ്നമാണെന്ത്? ഈ ബാർഗൈനിങ്, അല്ലേ, വിലപേശലിലൂടെ അവരുടെ സാധനങ്ങൾക്ക് എന്താണ് വളരെ വില കുറച്ച് കാണുക. നമ്മൾ നിത്യേന കാണുന്ന സാധനമാണ്, ഒരു കാര്യമാണെന്ത്? വിലപേശൽ, അല്ലേ. ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില പേശിയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് എത്രയാണോ അവർക്ക് യഥാർത്ഥത്തിൽ വന്ന ചെലവ് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവരെന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇതെന്തിനു കാരണമാവുന്നു? അവരുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? നഷ്ടം വരുത്താൻ എന്ത് ചെയ്യുന്നു? കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ഇത്തരത്തിൽ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് സൊസൈറ്റികൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കളക്റ്റീവായിട്ട് സെല്ല് ചെയ്യുക, കൂട്ടത്തോടെ എന്ത് ചെയ്യുക? വിൽക്കുക. അതിലൂടെ എന്ത് ചെയ്യുക? അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുക. ഓക്കെ ആണല്ലോ. അല്ലാതെ ഒരു കാർഷിക ഉൽപ്പന്നം ഒരാളല്ല വിൽക്കുക, ഒരുപാട് പേരെന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? ആ കിട്ടുന്ന ലാഭങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? തുല്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നു. ഇതിലൂടെ എന്ത് കിട്ടും? നല്ല വില അവരുടെ സാധനങ്ങൾക്ക് കിട്ടുന്നു. അല്ലാതെ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അവർ ബാർഗൈനിങ്ങിലൂടെ അവരുടെ സാധനത്തിന് വില വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ കളക്റ്റീവായിട്ട് വിൽക്കുകയാണെങ്കിൽ എന്താണ്? നല്ല ക്യാഷിന്, അല്ലെ, ബെറ്റർ പ്രൈസിന് അവർക്ക് എന്താണ്? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തത്? കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ഒരു മെഷറായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. Government had also provided infrastructural facilities like roads, railways, warehousing, old storage and processing units. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം വരുത്തി. എന്തൊക്കെയായിരുന്നു? റോഡുകൾ, അതുപോലെ റെയിൽവേ, വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ വെയർഹൗസുകൾ, അല്ലേ, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ, ഇതെല്ലാം, അതുപോലെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള യൂണിറ്റ്സുകൾ, അല്ലേ, ചെറിയ ചെറിയ ഫാക്ടറികൾ, ഇതെല്ലാം ഗവൺമെൻറ് എന്ത് ചെയ്തു? വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. ഒരുപാട് വീണ്ടും എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഒരുപാട് ഉണ്ടാക്കി. റോഡുകളും അതുപോലെ റെയിൽവേസും അതുപോലെ വെയർ ഹൗസിങ്, അതുപോലെ നിർമ്മാണശാലകൾ, ഇതെല്ലാം എന്ത് ചെയ്തു? ഒരുപാട് വികസിപ്പിച്ചു. ഇതൊന്നിന് കാരണമായി? ഇതിൻ്റെ ഒരു മെഷറാണ്. ഓക്കെ. നാലാമത്തെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ്, അതുപോലെ ഗ്രേഡിങ് ഗവൺമെൻറ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഓരോ മുദ്രകൾ, ഗ്രേഡിങ്, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗ്രേഡിങ് കാണിക്കുന്ന ഓരോ സിമ്പിൾസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവരുടെ ഓരോ ചിഹ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെയാണല്ലോ. ISI മാർക്ക് പോലെയൊക്കെ എന്താണ്, അതുപോലെയുള്ള ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഗ്രേഡിങ്ങുകളും സ്റ്റാൻഡേർഡൈസേഷനും എവിടെ വന്നു? ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മുകളിൽ വന്നു. ദാറ്റ് മീൻസ് ഗ്രേഡിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഹെൽപ്പ് ഫാർമേഴ്സ് ടു ഗെറ്റ് ഗുഡ് പ്രൈസ് ഫോർ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. അതായത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന
സാധനങ്ങളെല്ലാം വളരെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ബാർഗൈനിങ്ങിലൂടെ എന്താണ് ആ ക്വാളിറ്റിക്ക് തുല്യമായ ഈക്വൽ ആയിട്ടുള്ളതിനേക്കാൾ കുറവായിട്ടാണ് അല്ലെങ്കിൽ കുറഞ്ഞ പ്രൈസിനാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത് അല്ലേ. അതായത് എനിക്കിപ്പോൾ ഒരു ക്വാളിറ്റി 100 രൂപ വരുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുന്നു, ബാർഗൈനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവരുണ്ടാക്കിയ ഈ സാധനങ്ങളുടെ ക്വാളിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസേഷനും ഗ്രേഡിങ്ങുകളും പാക്കിങ്ങിൽ എന്ത് വന്നു, ഗ്രേഡിങ് കൊണ്ടുവന്നു. ഇത്ര ഗ്രേഡിങ്സ് എന്ന് കൊണ്ടുവന്നു. അതെന്തിന് കാരണമായി, ഇത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഗുഡാണ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇതിനെന്ത് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ എന്ത് കിട്ടി, വരുമാനം അല്ലെങ്കിൽ പൈസ ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസേഷനും അതുപോലെ ഗ്രേഡിംഗ് സംവിധാനവും എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, അഞ്ചാമത്തെയാണെന്ത്, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകം ചോദിക്കാറുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, ഉള്ള ഏറ്റവും അതായത് കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടേണ്ട വിലയാണെന്ത്, മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില എന്ന് പറയും കേട്ടോ. താങ്ങുവില എന്നാണ് മലയാളത്തിൽ പറയുക. മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില അല്ലെങ്കിൽ തറവില എന്നും പറയും. രണ്ടുപേരും ഓർത്ത് വയ്ക്കുക കേട്ടോ, താങ്ങുവില അല്ലെങ്കിൽ തറവില. To safeguard the interest of farmers, the government fixes the minimum support price for the agricultural products like wheat, rice, maize, cotton, sugarcane, pulses, etc. ഇത്രയേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ഫാർമേഴ്സിൻ്റെ കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ചോദിക്കും എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ എങ്ങനെ പറയണം? കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണെന്ത്, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഇത് എന്തിൻ്റെ മുകളിലേക്കായിരുന്നു പ്രധാനമായിട്ടും ഗവൺമെൻറ് ഇത്തരത്തിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് വീറ്റ് ഗോതമ്പിൻ്റെ, അതുപോലെ റൈസ് അരി, ദെൻ മൈസ് മൈദ, ദെൻ കോട്ടൺ, ദെൻ ഷുഗർ കെയിൻ അല്ലെ, ഷുഗർ കെയിൻ പഞ്ചസാര, അതുപോലെ പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പയർ വർഗ്ഗങ്ങൾ. ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു ഗവൺമെൻറ് പ്രധാനമായിട്ടും എന്ത് കൊണ്ടുവന്നിരുന്നത്, ഇത്തരത്തിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില. ഓക്കെ, ഇത്തരത്തിൽ ഉള്ള ക്രോപ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കർഷകർ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദ ഗവൺമെൻറ് വില്ലിംഗ്ലി വിൽ ബൈ എനി എമൗണ്ട് ഓഫ് ഫുഡ് ഗ്രെയിൻ ഫ്രം ദി ഫാർമേഴ്സ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഈസ് in order to help them recover their loss. ഇങ്ങനെ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതെന്തിന് കാരണമാവും? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ വീറ്റിന് മാർക്കറ്റ് പ്രൈസ് 100 രൂപയെന്ന് വിചാരിക്കുക. ആ 100 രൂപ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് വീറ്റിന് ഫിക്സ് ചെയ്യുന്നു. അതെപ്പോഴും എന്തായിരിക്കും, അപ്പോൾ അവർ 120 ആണ് ഫിക്സ് ചെയ്യാന്നിരിക്കുക എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 100 ആണ്, പക്ഷേ 120 ആണ് ഗവൺമെൻറ് എന്തായി ഫിക്സ് ചെയ്തത്, മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തത്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാൾ അല്ലെങ്കിൽ കമ്പോള വിലയേക്കാൾ ഉയർന്നതായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്തുണ്ടായിരിക്കും, ഇത്തരത്തിൽ ഇന്ന കാർഷിക അല്ലെങ്കിൽ വിപണികളിൽ ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വീറ്റ്, അതുപോലെ റൈസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കർഷകർക്ക് എന്താണ്, ഇത് ലാഭകരമാണ് അല്ലേ, അവരെന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും. ഓക്കെ, അപ്പോൾ 5 മെഷേഴ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, 5 മെഷേഴ്സിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താ, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണെന്ന് ചോദിക്കും. ഞാൻ ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എക്സാമിന് ചോദിക്കുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിഫക്ട്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കാർഷിക വിപണി സംവിധാനത്തിൻ്റെ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. The existing system of agricultural marketing has number of defects are the following are some of the defects due to which the marketing system is not properly organized. ഇത്തരത്തിൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം, കാർഷിക വിപണി സംവിധാനം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് താഴെ കൊടുക്കുന്നു. നമ്പർ 1, lack of storage facilities for food grains and crops has damaged the products either by rats or ഇൻസെക്ട്സ് ഓർ ഡ്യൂ ടു റെയിൻ. അതായത് ലാക്ക് ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതായത് കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട്, കൃത്യമായിട്ടുള്ള സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഫുഡ് ഗ്രെയിൻസ് അല്ലേ, ഭക്ഷ്യ വസ്തുക്കളും അതുപോലെ ക്രോപ്സ്
വിളകളും എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നു. എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? ഒന്നെങ്കിൽ റാറ്റ്സ് അല്ലെ, എലികൾ കൊണ്ട് അല്ലെ, എലികൾ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അല്ലെങ്കിലോ ഇൻസെക്ട്സ്, ഓരോ പ്രാണികൾ, കീടങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മഴ. ഓക്കെ ആണല്ലോ. ഒന്നെങ്കിൽ എലികൾ, അല്ലെങ്കിൽ കീടങ്ങൾ, അല്ലെങ്കിലോ മഴ. ഈ കാരണം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഈ 3 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഡാമേജ് ആയി പോകുന്നു അല്ലേ. അതുപോലെ ഫുഡ് ഗ്രെയിൻസും അതുപോലെ ക്രോപ്സ് എന്ത് ചെയ്യുന്നു, ഡാമേജ് ആയിട്ട് പോകുന്നു. രണ്ടാമത്തേത് ഡിസ്ട്രസ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മോശമായിട്ടുള്ള അല്ലെങ്കിൽ മോശകരമായ വിൽപ്പന. അല്ലെങ്കിൽ ഓക്കെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മോസ്റ്റ് ഇന്ത്യൻ ഫാർമേഴ്സ് ആർ പുവർ ആൻഡ് ദേ ഹാവ് നോ കപ്പാസിറ്റി ടു വെയിറ്റ് ഫോർ ബെറ്റർ പ്രൈസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഒരു മേജർ പോർഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു മേജർ പാർട്ട് ഓഫ് ഫാർമേഴ്സ് എന്താണ്, പുവർ ആണ്, പാവപ്പെട്ട ആളുകളാണ്. ഇവർക്ക് എന്താണ്, അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റ് പോകണമെന്നാണ് ആഗ്രഹം. കാരണം അവർ എത്രയും പട്ടിണി അല്ലെങ്കിൽ അതുപോലെ എന്താണ് പോവർട്ടി സഫർ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അന്നന്ന് എന്ത് ചെയ്യണം, വിളവെടുക്കുന്നത് അന്ന് തന്നെ വിറ്റിരുന്ന് ചെയ്യണം, ക്യാഷ് ആക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, നല്ല വില കിട്ടുന്നത് വരെ കാത്തു നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഓക്കെ ആണല്ലോ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നല്ല വില കിട്ടുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ ആർക്കില്ല, അവർക്കില്ല. ബിക്കോസ് ദേ ആർ സഫറിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പോവർട്ടി അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ വിൽക്കാൻ വൈകുന്നൂറ് എന്താണ്, അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അളവ് കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. നല്ല പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, വെയിറ്റ് ചെയ്യുന്നില്ല. ഇതെന്തിന് കാരണമാവും, ഇത് വാങ്ങുന്ന സെല്ലേഴ്സും അതുപോലെ എന്താണ് ബ്രോക്കേഴ്സും എന്താണ്, ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ബാർഗൈനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, കുറച്ച് പൈസ അതിന് ഫിക്സ് ചെയ്തിട്ട് വാങ്ങുന്നു. അപ്പോൾ നഷ്ടം ആർക്കാണ്, കർഷകർക്ക് തന്നെയാണ്. എന്നാൽ അവരെന്ത് ചെയ്യില്ല, അത് കാര്യമാക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അവരത് വിറ്റ് പോകുന്നു. ഓക്കെ, അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇതാണ് ഇവിടെ പറയുന്ന പ്രശ്നം. ദേ സെൽ ദ കൊമോഡിറ്റീസ് അറ്റ് വാട്ട് എവർ ദ പ്രൈസ് അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നിലവിൽ എന്ത് പ്രൈസാണോ അതിന് കിട്ടുന്നത് ആ വിലയ്ക്ക് വിൽക്കാൻ എന്ത് ചെയ്യുന്നു, കർഷകർ റെഡി ആവുന്നു. അതെന്തിനാണെന്ന് അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അവർ അന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കർഷകർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കർഷകർ സഫർ ചെയ്യുന്ന ഒരു ഭാഗമാണെന്ത്, നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് എന്താണ്, ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യണം, അന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അന്ന് വിളവെടുത്ത കാര്യങ്ങൾ അന്ന് തന്നെ എന്ത് ചെയ്യുന്നു, സെല് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സെല് ചെയ്യുന്നു. ഓക്കെ, ഇത് പലപ്പോഴും എന്താണെന്നുണ്ട്, സഫീഷ്യൻ്റ് ആവണമെന്നില്ല അല്ലെ, ഇൻസഫീഷ്യൻ്റ് ആയ പ്രൈസിനായിരിക്കും അവർ വിൽക്കുന്നത്. ആസ് എ റിസൾട്ട് ദേ ഗോ ഫോർ ഡിസ്ട്രസ് സെയിൽ ഓഫ് ദെയർ ഔട്ട്പുട്ട്. ഇത് എന്തിനു കാരണമാവുന്നു, അവരുടെ വിൽപ്പന എന്താണ്, മോശകരമായ വിൽപ്പനയിലേക്കാണ് നയിക്കുന്നത്. ടു ദി വില്ലേജ് മണി ലെൻഡേഴ്സ് ഓർ ട്രേഡേഴ്സ് ഫോർ പുവർ പ്രൈസ്. ഇത്തരത്തിൽ ഇത് ആരൊക്കെ വാങ്ങുന്നത്, വില്ലേജ് മണി ലെൻഡേഴ്സ് അല്ലേ, മണി ലെൻഡേഴ്സ്. അത് അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ വാങ്ങുന്നു. അതുപോലെ എന്താ ട്രേഡേഴ്സ്, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ വീണ്ടും നിറവേറുന്നില്ല അല്ലെ. കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ മണി ലെൻഡേഴ്സിനെയും ട്രേഡേഴ്സിനെയും എന്ത് ചെയ്യുന്നു, സഹായം തേടുന്നു. ഓക്കെ ആണല്ലോ. മണി ലെൻഡേഴ്സിൻ്റെയും അതുപോലെ അവിടെ എന്ത് ചെയ്യുന്നു, സഹായം തേടുന്നു. അപ്പോൾ 2 പോയിന്റ്സ് പഠിച്ചു അല്ലേ, ലാക്ക് ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റി, അതുപോലെ ഡിസ്ട്രസ് സെയിൽ. തേർഡ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ആസ് എ റിസൾട്ട് ഫാർമേഴ്സ് കാനോട്ട് റീച്ച് നിയർലി മാർക്കറ്റ് ടു സെൽ ദെയർ പ്രൊഡ്യൂസ് അറ്റ് എ ഫെയർ പ്രൈസ്. അതായത് കൃത്യമായ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങോട്ടാണോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക്, അടുത്തുള്ള മാർക്കറ്റിൽ എന്താണ് എത്തിക്കാൻ കഴിയുന്നില്ല അല്ലേ. മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കമ്പോളത്തിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കണമെങ്കിൽ എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങൾ അത്യാവശ്യമാണ്. എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ അതിൻ്റെ അഭാവം മൂലം എന്തിന് കാരണമാവുന്നു, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരിക്കുകയും അതുപോലെ എന്താണ് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എന്ത് പറയുന്നു, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആസ് എ റിസൾട്ട് ഫാർമേഴ്സ് കാനോട്ട് റീച്ച് നിയർലി മാർക്കറ്റ് ടു സെൽ ദെയർ പ്രൊഡ്യൂസ് അറ്റ് എ ഫെയർ പ്രൈസ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് കൃത്യമായ വിലയിൽ എന്താണ് വിൽക്കാൻ കഴിയുന്നില്ല. അതായത് ഇപ്പം നിങ്ങൾ സംശയം വരും, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ എന്താണ് അതിന് ഫെയർ നല്ല രീതിയിലുള്ള വില കിട്ടും, മാർക്കറ്റ് പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ എന്താണ് ബാർഗെയിനിങ്ങിലൂടെ എന്ത് സംഭവിക്കുന്നു, കൃത്യമായ പ്രൈസ് കിട്ടാതിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങൾ വിൽക്കാൻ റെഡി ആവില്ല. അവർ ഉള്ള വിലയ്ക്ക് എന്താണ് വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ ആണല്ലോ. അതും വളരെ എന്തായിരിക്കും, കുറവായിരിക്കും, ഫെയർ ആയിരിക്കണം എന്നില്ല. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. 4-മത്തേത്
long chain of middleman of or intermediaries between the cultivators and the consumer will also reduce the profit of the producer. അതായത് കർഷകരുടെയും ഇടയിൽ എന്തുണ്ട്, ഒരുപാട് ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇടനിലക്കാർ അല്ലെ, മിഡിൽ മാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജമീന്ദാരി സമ്പ്രദായമൊക്കെ ഓക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്നിട്ടുണ്ടായിരുന്ന ജമീന്ദാരി സമ്പ്രദായമൊക്കെ എന്തായിരുന്നു, ഒരു ഇടനിലക്കാരായിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു. എന്ത്, ജമീന്ദാരി സമ്പ്രദായം അല്ലെ. ജമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി സംവിധാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജമീന്ദാരി സമ്പ്രദായം എന്തായിരുന്നു, ഇത്തരത്തിൽ കർഷകരുടെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറീസ് ആയിരുന്നു. അത് ഇക്കാലത്തും എന്തുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അല്ലെ കാർഷിക സമരത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാർഷിക സമരത്തിനെ കുറിച്ച് നമ്മൾ പത്രത്തിൽ കേട്ടിട്ടും അത് ഒരുപാട് സമയങ്ങളിൽ എന്തായിരുന്നു, ദിവസങ്ങളിൽ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത്, ഈ കർഷക സമരമൊക്കെ അല്ലേ. ഓക്കെ, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ എന്താണ് മിഡിൽ മാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് ഇടനിലക്കാരുള്ളത് എന്തിന് കാരണമായി, ഇവരുടെ ആരാണോ പ്രൊഡ്യൂസേഴ്സ്, ആരാണോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ പ്രോഫിറ്റ് വീണ്ടും കുറയാൻ കാരണമായി അല്ലേ. ഇപ്പം ഞാനാണ് കർഷകനെങ്കിൽ എൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, എൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഏജൻസ് ഉണ്ടായിരിക്കും, ഒരു ഇന്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. അവർ അവരുടേതായിട്ടുള്ള എല്ലാ പ്രൈസും ചാർജ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ലാഭം കൂടുതലായിരിക്കും, എനിക്ക് എന്തായിരിക്കും, ആക്ച്വൽ പ്രൊഡ്യൂസറായ എന്നെ സംബന്ധിച്ച് എന്താണ്, അതിന് ലാഭം കുറവായിരിക്കും. അതാണ് ഇവിടെ നേരിടുന്ന അടുത്തൊരു ഡിഫക്റ്റ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യയിലെ ഒരു അടുത്തൊരു ഡിഫക്റ്റ് ആണെന്ത്, ഇത്തരത്തിലുള്ള ഇടനിലക്കാർ ഉള്ളത് കൊണ്ട് എന്താണ്, ദ കൺസ്യൂമർ വിൽ ഓൾസോ റെഡ്യൂസ് ദി പ്രോഫിറ്റ് ഓഫ് ദി പ്രൊഡ്യൂസർ. ഓക്കെ ആണല്ലോ. ലോങ് ചെയിൻ ഓഫ് മിഡിൽ മാൻ ആൻഡ് ഓർ ഇന്റർമീഡിയറീസ് ബിറ്റ്വീൻ ദി കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ദി കൺസ്യൂമർ വിൽ ഓൾസോ റെഡ്യൂസ് ദി പ്രോഫിറ്റ് ഓഫ് ദി പ്രൊഡ്യൂസർ. അതായത് ഇത്തരത്തിൽ ഇടനിലക്കാരുള്ളത് കൊണ്ട് കർഷകരുടെ ലാഭം എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. ഓക്കെ, അഞ്ചാമത്തെയാണ് there are also other defect like lack of institutional finance, lack of guiding etc. അതായത് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ധന സൗകര്യങ്ങളല്ലേ, ധനകാര്യം അല്ലെങ്കിൽ എന്താ ധനസഹായങ്ങൾ കിട്ടാതിരിക്കുക, ഇതൊന്നിന് കാരണമായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആയിട്ട് പറയാം നമുക്ക്. അതുപോലെ ലാക്ക് ഓഫ് ഗൈഡിങ്, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ അല്ലേ, ഏതൊക്കെ ക്രോപ്പാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ വിപണനങ്ങൾ എന്തൊക്കെയാണ്, അതിനാവശ്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണം കൊടുത്തിട്ടില്ലെങ്കിലും അതൊന്നിന് കാരണമാവും, ഇത്തരത്തിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ്ങിന് സാധ്യമാവത്തില്ല. ഇതും എന്താണ്, ഒരു ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 5 ഡിഫക്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ, ഇന്ത്യയിലെ കാർഷിക വിപണി സംവിധാനത്തിൻ്റെ 5 പോരായ്മകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായിരുന്നു അഞ്ചാമത്തേത്, ദർ ആർ ഓൾസോ അതർ ഡിഫക്റ്റ് ലൈക്ക് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്, അതായത് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ധന സഹായങ്ങൾ ഇല്ലാതിരിക്കുക, അതുപോലെ ലാക്ക് ഓഫ് ഗൈഡിങ്, ബോധവൽക്കരണം ഇല്ലാതിരിക്കുക. ദിസ് മേക്സ് ഇന്ത്യൻ മാർക്കറ്റിംഗ് സിസ്റ്റം ഡിസ്ഓർഗനൈസ്ഡ്. ഇതെന്തിന് കാരണമായി, ഇന്ത്യൻ കാർഷിക വിപണി എന്തിന് കാരണമായി, ഡിസ്ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അസംഘടിതമാവാൻ കാരണമായി. ഓക്കെ ആണല്ലോ, ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇത് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് എടുത്തു അല്ലേ, റൂറൽ ഡെവലപ്മെന്റ് എന്താണ് എടുത്തു, ഗ്രാമീണ വികസനം എന്താണെന്ന് പറഞ്ഞു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ റൂറൽ ക്രെഡിറ്റ്, ഗ്രാമീണ വായ്പകൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ റൂറൽ ക്രെഡിറ്റിന്റെ സോഴ്സസ് അല്ലെ, 2 സോഴ്സുകൾ ഏതൊക്കെയാണ്, ഗ്രാമീണ വായ്പകളുടെ 2 ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം, കാർഷിക വിപണി സംവിധാനം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കാർഷിക വിപണി സംവിധാനം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് അല്ലേ, ഘടകങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ വാട്ട് ആർ ദ ഡിഫക്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാർഷിക വിപണി സംവിധാനത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഒരു പാർട്ടോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.